ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്, എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. യെസ്. ടൈലർ ഹെഡ് വിഷമമുണ്ടോ? ഒരു വിഷമം. കിഴി എപ്പിസോഡ് പോയതിൻ്റെ വിഷമം. നോ വിഷമം. അതെ, അത് പോകുന്നു, അത് നോക്കൂ. ഓക്കെ, ഫസ്റ്റ് വൺ. ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഓരോന്നും എടുത്തുന്ന പോലെ. കരാട്ടെ ചന്ദ്രൻ. ഫഹദ് ഫാസിൽ നായകനാവുന്ന സിനിമയാണ്. സിനിമയിൽ ആൻറ്റഗോണിസ്റ്റായിട്ട് നമ്മുടെ ഗോകുൽ സുരേഷ് വരും എന്നുള്ളതിൻ്റെ റൂമേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, സിനിമ സംവിധാനം ചെയ്യുന്നത് റോയിയാണ്. ഓക്കെ, അടുത്ത കിഴി തുറന്നൊന്ന് എടുത്തോട്ടെ. എടുത്തോ. ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂറിൽ പോസ്റ്ററിന്റെ വ്യൂസ് വന്നിരിക്കുന്നത് 62 മില്യൺ. ഏറ്റവും കൂടുതൽ റെക്കോർഡാണ്. 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന പോസ്റ്റർ ഇപ്പോൾ ഇതാണ്. സിനിമയുടെ പോസ്റ്റർ എന്താണ്? ആദിക് രവിചന്ദ്രനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വരട്ടെ. ഓക്കെ, അടുത്ത കിഴി ബൈസൺ. ധ്രുവ് വിക്രം നായകനാവുന്ന സിനിമ. നമ്മുടെ മാരി സെൽവരാജാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ യെസ്, പ്രസൻസ് പാരഞ്ജിത്ത്. അടുത്തത് ചെക്ക് മേറ്റ്. അനൂപ് മേനോൻ നായകനാവുന്ന സിനിമ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് 6 മണിക്ക്. ഓക്കെ, രതീഷ് ശേഖറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്, മ്യൂസിക് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, DOP ചെയ്യുന്നത്. എല്ലാം മൂപ്പരന്നെ. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കിയത്? അവർക്കല്ല ലാഭം. എന്തായാലും കൊള്ളാട്ടത്. ഓക്കെ, അടുത്ത കിഴി നുണക്കുഴി. ഇത് നുണക്കുഴിയല്ല, ഇത് അടിയിട്ടി കുഴിയായതല്ലേ? രണ്ടു ഭാഗത്തും കിട്ടിക്കണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ചളക്ക മോതിരം കൊണ്ടാലേ. നുണക്കുഴി സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ജിത്തു ജോസഫ് അടുത്തായിട്ട് പുറത്തിറക്കുന്ന സിനിമയാണ്. ബേസിൽ ജോസഫാണ് നായകൻ. ഫസ്റ്റ് ലുക്ക് കാണാം. ബേസിലും ഗ്രേസ് ആന്റണി. DOP സതീഷ് കുറുപ്പ്. നുണക്കുഴിയൊന്നുമില്ല. അത് ഇവര് ഭയങ്കരമായി നുണ പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ്. അതായത് എന്തോ ഒരു കാര്യത്തിനായിട്ട് പോലീസിനെ ചട്ടം കെട്ടി നുണ പറഞ്ഞ് എന്തൊരു കാര്യത്തിന് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാരണം പിടിച്ചകത്തിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങൾ, അതായത് ഇവർ വസ്തുതാവിരുദ്ധമായി പലതും വേറെ രീതിയിൽ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോലീസ് അങ്ങ് വലയുന്നു. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് എത്തുന്നു. അതെ, ഇതെന്ന് മനസ്സിലാവുന്നതല്ലേ? എന്തായാലും ഇവർ രണ്ടുപേരും മേ ബി ഒരുമിച്ചാവാം, അല്ലെങ്കിൽ രണ്ട് അത് തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രണ്ടുപേരായിരിക്കും. ഇതിൽ നിന്നായിരിക്കും പരിചയപ്പെടുന്നത്. അങ്ങനെ ആകാനായിരിക്കും ചാൻസ്. അതിന് സാധ്യതയുണ്ട്. എന്തായാലും നോക്കാം. ഓഗസ്റ്റ് 15 സിനിമ റിലീസിന് എത്താണ്. അടിപൊളി. അപ്പോൾ ക്ലാഷ് നമ്മുടെ ആസിഫ് അലിയുടെ അഡിഗോസ് അമിഗോ അല്ലല്ലോ, ലെവൽ ക്രോസാ, അഡിയോസ് അമിഗോ. ഓക്കെ, അപ്പോൾ നുണക്കുഴീൻ്റെ ഫസ്റ്റ് ലുക്ക് ജിത്തു ജോസഫ് തകർക്കട്ടെ. അടുത്തത് ബെൻസ്. നമ്മുടെ ബെൻസ് സിനിമയിൽ ലോറൻസ് നായകനാവുന്ന സിനിമയാണ്. സിനിമയിൽ ഫഫയും SJ സൂര്യയും പ്രധാന വേഷത്തിലെത്തുന്നു എന്നാണ് കേൾക്കുന്നത്. ഭാഗ്യരാജ് കണ്ണനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതായത് അടുത്ത LCU മൂവിയാണ് ബെൻസ്. ഓക്കെ, അടുത്ത കിഴി വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് നിർമ്മിക്കുന്ന അടുത്ത സിനിമയുടെ ടൈറ്റിൽ അതുപോലെ ഫസ്റ്റ് ലുക്ക് എത്തിയിട്ടുണ്ട്. കൊണ്ടൽ. ഞാൻ തെറ്റിദ്ധരിച്ചോളിയോ. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ കേട്ടോ കാണാം. ബ്രാൻഡ് സോഫിയ പോൾ അല്ലേ? വീണ്ടും പള്ളിപ്പെരുന്നാൾ അല്ലല്ലേ? പള്ളിപ്പെരുന്നാൾ. അതെ, എന്തോ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നു. മരണത്തിനിടയിലാകുന്നൊരിടമുണ്ട്. നടുക്കടൽ. ഇവിടെ ആഴത്തെക്കാൾ ഭയപ്പെടുത്തുന്നത് ഓരോ ദിക്കിൽ നിന്നും വീശിയടിക്കുന്ന ഓരോ കടലും കാറ്റാണ്. വടക്ക് നിന്ന് തെക്കോട്ട് കച്ചാൻ കാറ്റ്,
തെക്ക് നിന്ന് വടക്കോട്ട് വാടക്കാറ്റ്. വാടക്കാറ്റോ? കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് രാജ്ബി ഷെട്ടി. കോടക്കാറ്റ്. കോടക്കാറ്റ്. കാറ്റ് തിരിച്ചടിക്കാൻ അധികം നേരമില്ല. മോനെ അജിത് മാമ്പള്ളി. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന 4ാം കാറ്റാണ് ആന്റണി വർഗീസ് കട്ടൻ. കൊണ്ടൽ. കരയിൽ നിന്ന് കടലിലേക്ക് അടിക്കുന്ന കൊണ്ടൽ. ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലേ കൊണ്ടലിന്? ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഓളം. ഓളം, കിഴക്ക് നിന്നുള്ള കാറ്റ്. പിന്നെയുണ്ട് എന്താ പിന്നെ ഇവര് പറഞ്ഞത് ഇവര് പറഞ്ഞതുണ്ട്, വേറെ ഉണ്ട്. മലയാളം ഇതെടുത്ത് നോക്കിയാൽ കുടുങ്ങി പോകും. കുടുംബം ഏത് ഇതിന് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പൊ എന്താണെങ്കിലും തൽക്കാലം ഇവര് കൊടുത്തത് അവിടെ ഇരിക്കട്ടെ. അതെ, അതാണല്ലോ അതിന്റെ. അതെ, അവര് ഉദ്ദേശിക്കുന്ന അതാണല്ലോ. അതെ, കൊണ്ടൻ. അപ്പൊ തിരിച്ചടിക്കുന്ന കാറ്റ്, അതായത് കരയിൽ നിന്ന് കടലിലേക്ക്. അടുത്തത് ഉള്ളൊഴുക്ക്. ഫുള്ള് ഇതാണല്ലോ ഐറ്റം. മൊത്തത്തിലൊരു ഒഴുക്കും കടലും ഒക്കെയാണല്ലോ. അതെ. എന്താണെങ്കിലും സിനിമ ലോസ് ഏഞ്ചൽസ് പ്രീമിയറിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇന്ന് ഫ്ലൈറ്റ് ഞാൻ പറയുന്നത് കേറി അടിക്കാൻ നോക്ക. ഓക്കെ, അടുത്തത്. അടുത്ത ഗതി മമ്മൂട്ടി ഗൗതം മേനോൻ മൂവി. ഈ സിനിമയെക്കുറിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. എവിടെ പോയി, എന്താണ് മമ്മൂക്ക ഒരു സിനിമ ഇപ്പോൾ ചെയ്യാതിരിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? 2-3 മാസമായില്ലേ? മൂന്നൊന്നും ആയിട്ടില്ല. എന്തായാലും ഒരു 1.5 മാസമായി. ശരിക്കും ഇത്രയും ആള് വെറുതെ ഇരിക്കുന്ന ഒരു പരിപാടി ഇല്ല. ഈ ഒരു ഗ്യാപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആള് സിനിമ ചെയ്യണം എന്ന് പറഞ്ഞത് പുതിയ എടുക്കാൻ നിന്നത്. അപ്പത്തേക്കും അത് പിന്നെ നീണ്ടു പോകുന്നു. എന്തായാലും ദുൽഖറൊക്കെ വിളിച്ച് ചീത്ത വിളിക്കൂട്ടോ. അപ്പൊ അങ്ങള് പണിക്ക് പോയിട്ടില്ലെങ്കിൽ ഞാൻ കഞ്ഞി കൊടുക്കാൻ പറ്റൂല. വെറുതെ എൻ്റെ സ്വഭാവം എടുക്കണ്ടെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്തായാലും പണിക്കിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദുൽഖർ ചീത്ത വിളിച്ചിട്ടാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും 5-ാം തീയതി ഇതിന്റെ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. ജൂലൈ 5-ന്. യെസ്. ഓക്കെ, എന്തായാലും തുടങ്ങട്ടെ. അടുത്തത് പുഷ്പ 2. ഭീകര കിഴികളാണല്ലോ. ദിവി വന്ധ്യ ആ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. അതെ, ആളുടെ ക്യാരക്ടർ ഒരു റിപ്പോർട്ടർ ആയിട്ടായിരിക്കുമെന്നാണ് ന്യൂസ് റിപ്പോർട്ടർ. ഓക്കെ ഓക്കെ, എന്താണെങ്കിലും സിനിമ റിലീസ് ചെയ്യുന്നത് നമുക്കറിയാലോ. ഡിസംബർ 6-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ഡേറ്റിന്. അത് മാത്രമുള്ള അതിൻ്റെ ഒരു കുറവ്. ഓക്കെ, അടുത്ത കിഴി എന്താണ്? എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. ഏതോ ഒരു കന്നഡ മൂവിയാണ്. ഇത് എന്താ ലോകമയ്യ. ഞാൻ സത്യം പറയട്ടെ, ഇത് ഇപ്പം വായിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുത്തില്ലേ, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതാ കന്നഡ മൂവിയാണല്ലോ എന്നുള്ളത് മനസ്സിലേക്ക് വന്നത്. അതിന് മുൻപ് ശരിക്കും അവൻ എന്തോ എനിക്ക് തെറി എഴുതിയതാണ് എനിക്ക് തോന്നിയത്. ഇത് എന്താ ലോകമയ്യ, അതായത് ഇത് ലോകമാണ്, അതാണ് അതിന്റെ ഉദ്ദേശം. അതായത് ലോകമയ്യ എന്ന് പറഞ്ഞ സാധനല്ലേ, അവിടേക്കാണ് എനിക്കൊരു ഡൗട്ട് വന്നത്. അതായത് വയ്യാന്നാണ് കൊടുത്തിരിക്കുന്നത്, ലോകവയ്യ. എനിക്ക് വയ്യ, എനിക്ക് വായിച്ചു വന്നത്. എന്താണെങ്കിൽ അപ്പൊ 2 കിഴി അടുപ്പിച്ചെടുക്കേണ്ടി വന്നു. എന്താണെങ്കിലും സിനിമ കന്നഡ സിനിമയാണ്. സിനിമ ഓഗസ്റ്റ് 9-ന് സിനിമ റിലീസാണ്. ജിയോ ബേബിയാണ് പ്രസൻസ്. ഇതെന്താ പരിപാടി? അല്ല, നിന്റെ അല്ലേ, ഇത് നിനക്ക് എടുത്തതാണ്. നീ കഷ്ടപ്പെട്ടത് അങ്ങനെ കൈയൊക്കെ ഉയർത്തി ഇവിടുന്ന് ഒരു കിഴി എടുക്കുന്നത്. തളരണ്ട, വേർക്കണ്ട. 3 എണ്ണം. അതെ, എടുത്ത് നീ ആ ബുദ്ധിമുട്ടല്ല. 3 എണ്ണം ഒക്കെ ഒരുമിച്ച് ചെയ്യല്ലേ. സഹായിച്ചതാണേ. എന്താണ്? കൽക്കി കൊടുക്കണ്ടില്ലേ? 2898 AD സിനിമയില് കൃഷ്ണന്റെ ശബ്ദം കൊടുത്തിരിക്കുന്നത് അർജുൻ ദാസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ കോംപ്ലക്സ് സോങ് ടാടക്ര ഇന്ന് 12/6-ന് എത്തിയിട്ടുണ്ട്. അപ്പം കാണുക, എൻജോയ് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടപ്പെടാതിരുന്ന ഒരു സോങ്. ഒരാവശ്യമില്ലാത്ത സമയത്ത് വെറുതെ കൊണ്ടിട്ടേക്കുന്ന ഒരു സോങ്. ഡാൻസ് ഒക്കെ കാണണം, ചിരിച്ച് ചാകും. ഇങ്ങനെ സാധനമുണ്ട് ഉണ്ടല്ലേ. പിന്നെ ദിഷ പട്ടാനി പിന്നെ മെയ്വഴക്കം കൊണ്ട് വേറെ ലെവലാണ്. പക്ഷെ അത്യാവശ്യം
ഫൈറ്റിൽ മാത്രമേ കുറച്ച് കൊടുത്തിട്ടുള്ളൂ, സോങ്ങിന് വലിയൊരു ഇത് കൊടുത്തിട്ടില്ല അല്ലേ. അതൊരു സത്യം. എന്തായാലും ലുക്കൊക്കെ സൂപ്പറാണ്, ആ ഒരു വേൾഡും സൂപ്പറാണ്. പക്ഷെ ആ വേൾഡ് ചില സ്ഥലങ്ങളിൽ സൂപ്പറാണ്, ചില സമയത്തൊരു സുഖമില്ലാത്ത പോലെ തോന്നും. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് എന്ന് കാണിച്ചു തന്നതാണ്. അതൊരു സോങ്ങിലൂടെ കോംപ്ലക്സ് എന്ന് പറയുന്നത് വെറും ഒരു ഈ ത്രികോണം പോലത്തെ ഒരു സാധനമല്ല എന്നുള്ളത് കാണിച്ചു തന്നതാണ്. അതൊരു വേറൊരു ലോകമാണ്. അതെ അതെ അതെ, അതായത് അവിടെ എല്ലാ പരിപാടികളുള്ള എല്ലാ രീതിയിലുള്ള ജീവിതം നയിക്കുന്നവരുണ്ട് എന്ന് കാണിച്ചു തന്നതാണ്. ഫുള്ള് കരിയും പൊടിയും ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയല്ല എന്നുള്ളത്. ഓക്കെ, അടുത്ത കിഴി L2E എമ്പുരാൻ സിനിമയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. നമ്മുടെ ഗുജറാത്ത് ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ് L2-ന്റെ. ലാലേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ സൺഡേ ആള് ജോയിൻ ചെയ്യും, അതായത് നാളെ. ഓക്കെ, പിന്നെന്തായിരുന്നു, അത് ഈ ഗുജറാത്ത് ഷെഡ്യൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അബുദാബിയിലാട്ടോ 10 ദിവസത്തെ ഷൂട്ട് ഉണ്ടാവും. ഓക്കെ, അടുത്തത് ഇനിയുണ്ട്, ഒന്നും കൂടെ ഉള്ളൂ. മാർക്കോ സിനിമയിലേക്ക് 4 പേര് വന്നിട്ടുണ്ട് അല്ലേ, ഓൺ ബോർഡ് ആയിട്ടുണ്ട്. നീ എന്തിനാ അതിന് ബുദ്ധിമുട്ടുന്നത്? സജിത ശ്രീജിത്ത്. ഞാൻ നിന്നെ സഹായിക്കൂലേ? സഹിക്കൂലെന്നല്ല കേട്ടോ, സജിത ശ്രീജിത്ത് അല്ലേ, സജിത ശ്രീജിത്ത്. ഒന്ന് പ്രവത മേനോൻ. നല്ല പേരാണല്ലോ, ആ പേര് ഞാൻ ഇതിനു മുൻപ് കേട്ടില്ല. സ്വാതി ത്യാഗി, പാവം ഭയങ്കര ത്യാഗിയാണ്. പിന്നെ സോണിയാഗിരി. ഓക്കെ, ഇവർ 4 പേരുമാണ് ഓൺ ബോർഡ് ആയിരിക്കുന്നത്. പുതിയതായിട്ട് വന്നിരിക്കുന്നത്. വളർത്താനാണോ കൊല്ലാനാണോ എന്ന് കണ്ടറിയാം. എന്ത് സംശയം, കൊല്ലാൻ എല്ലാരും കൊന്നു തീർക്കും. സിനിമന്റെ കാര്യമാണ് കേട്ടോ. മാർക്കോ എന്നത് വമ്പൻ ഒരു അനിമൽ രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും, ഭയങ്കര വയലൻസ് ഉള്ള ഒരു സിനിമയായിരിക്കും. മിക്കവാറും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട്, ചാൻസ് ഉണ്ട്. കാരണം അത്ര ക്രൂവലായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. അതെ, അപ്പൊ എന്തായാലും സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതും ഒരു സത്യാവസ്ഥ. അതെ, അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ പോവുകയാണ്, അതും ഒരു സത്യാവസ്ഥയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ഞാൻ തോറ്റു എന്നുള്ളത് മറ്റൊരു സത്യാവസ്ഥ, അത് വലിയൊരു സത്യാവസ്ഥയാണ്. അത് പിന്നെ ഞാൻ അങ്ങ് ഒഴിവാക്കി. നീ വിടും, പക്ഷെ ഞാൻ വിടൂല. ഞാൻ പരാജയം ആസ്വദിക്കുന്ന ആളാണ്. നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ മരണം. എന്തായാലും പോവാണ്. ബൈ.